എന്റെ പൊന്നു കൊച്ചേ, നീ എന്തോ പഠിക്കാനേ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്? ഇത് ഡിഗ്രി നീ തോറ്റിട്ട് വന്നല്ലോ, +2 അതുപോലെ തന്നെ ആയിരുന്നു. എന്തുവാ നീ നിന്റെ ചേച്ചിയെ കണ്ടു പഠിക്കുമോരോന്നും? അമ്മ എന്തോ അമ്മയെ കിടന്ന് പറയുന്നത്? ഞാൻ പഠിച്ചോളാന്ന് പറഞ്ഞില്ലേ എൻ്റെ അമ്മേ? ഇളയതല്ലേ എന്ന് പറഞ്ഞ് പുന്നാരിച്ച് ലാളിച്ച് അടിക്കാതെയൊക്കെ വളർത്തിയേണ്ടത്. അതാണ് ഓരോ ക്ലാസ്സിലും എവിടെ ഉണ്ട് നല്ല അഭിപ്രായം കേട്ടേക്കുന്നത്. ആ സ്ഥാനത്ത് മൂത്തവിടെ പോയാലോ? ടീച്ചർമാരൊക്കെ എന്തോ പറയുന്നത്? നിന്റെ എന്തോ നല്ല ഒരു അഭിപ്രായം ഏതേലും ക്ലാസ്സിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടോ ഏതേലും ടീച്ചർമാർ? കൂടുതൽ നിന്നെ കൊഞ്ചിച്ചേൻ്റെ, അടിക്കേണ്ട സമയത്ത് നിന്നെ അടിക്കാഞ്ഞോണ്ടെങ്കിൽ പ്രശ്നം വന്നു പോയത്. എൻ്റെ അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മേ. എൻ്റെ കർത്താവേ, നിന്റെ ഈ മാർഗം കൊണ്ട് പോയി എവിടെ നിനക്കൊരു ജോലി കിട്ടാനാ? സപ്ലൈ എഴുതിയൊക്കെ എപ്പോൾ ഒരു ജോലി ആകാനാ? +2 എത്ര പ്രാവശ്യം സപ്ലൈ എഴുതിയിട്ടാണ് നീ ജയിച്ചത്? അമ്മ പറയുന്നതാണോ കുറ്റം? ഞാൻ വിളിക്കുകയും ഒന്നും വേണ്ടായിരുന്നു. അവിടെ പരീക്ഷാ സമയത്തെല്ലാം അവള് തന്നെ എണ്ണിട്ട് അലാറം വെച്ച്, ഞാൻ പോലും അറിയത്തില്ലായിരുന്നു വെളുപ്പിനെ എണ്ണിട്ട് അതുപോലെ രാത്രി താമസിച്ചും ഒക്കെ കിടക്കുമായിരുന്നു. നിന്നെ ഞാൻ അലാറം വെച്ച് എണ്ണിപ്പിച്ച് പഠിപ്പിച്ചിട്ട് നീ ഇങ്ങനെ നീ എന്ന് രക്ഷപ്പെടാനാ? എന്ന് നിനക്ക് ജോലിയാകാനാ? ഒരു കല്യാണക്കാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തോ പറയണ്ടേ? 10 കുസ്തിന്നുമാണോ പറയേണ്ടത് അവരോട്? എല്ലാം ചേച്ചിയെ കണ്ടുപിടിക്കും. എന്തുവാ ഇത്? നീ എന്താ ഈ കിടന്ന് പൊറുപുറുക്കുന്നത്? ആരോടാ ഈ പൊറുപുറുക്കുന്നത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഓരോ വീട്ടിലേ അമ്മമാര് മക്കളോട് പറയും, അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്കും, ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടിക്കും. ഇവിടെ നമുക്ക് അങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ തന്നെ ഉണ്ടല്ലോ, നീ അവളെ കണ്ടു പഠിച്ചാൽ പോരെ. അവിടെ എന്തെങ്കിലും ഒരു ഗുണം നീ കാണിക്കും. സ്കൂളിൽ തന്നെയാണോ? എവിടെ പോയാലുണ്ട് നീ നന്നായിട്ട് ഇതാകുന്നത്. ട്യൂഷന് വിട്ടാലും അവിടെ ഇങ്ങനെ തന്നെ, എവിടെ പോയാലും അങ്ങനെ തന്നെ. കംപ്ലൈന്റ് അല്ലാതെ നിന്റെ ഒന്നും വരുന്നില്ലല്ലോ. ആൺപിള്ളേരാണെങ്കിൽ പറയാം എന്തെങ്കിലും ഉടായ്പ് കാണിക്കുന്നതാണെന്ന്. ഇത് നീ എന്തോ കാണിച്ചു? നീ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വല്ല എഴുതിയിട്ടുണ്ടോ? ഫുൾ മാർക്കാ. ഫുള്ള് പോയിട്ട് പകുതി പോലും കിട്ടിയിട്ടില്ലല്ലോ. ഒരമ്മയും ഒരു മൂത്ത മോളും, ഇനി അവളെ പുകഴ്ത്താനായിട്ട് വേറെ കാരണം ഒന്നും വേണ്ട. എന്നാലും ഞാൻ എങ്ങനെ തോറ്റു പോയത്? ചിന്തിച്ചിട്ടും പിടികിട്ടുന്നില്ലല്ലോ. ഞാൻ നന്നായിട്ട് പരീക്ഷ എഴുതിയതാണല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഈ തോറ്റു പോയത്? +2 കുട്ടി ഇനി ഇത് സപ്ലൈ എഴുതണമെന്നാ തോന്നുന്നു. എല്ലാം ചേച്ചി ഇവളെയും കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. നീ എന്താ ഈ കിടന്ന് പൊറുപുറുക്കുന്നത്? ആരോടാ ഈ പൊറുപുറുക്കുന്നത്? ഏയ് ഒന്നുമില്ല, എന്താ പൊറുപുറുക്കാൻ? ഒരു പണിയും ചെയ്യിപ്പിക്കാൻ നീ ഫോണും തോണ്ടി ടിവിയും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സ്ഥാനത്ത് ആ കൊച്ച് ജോലിക്ക് പോവുകയാണെങ്കിലും രാവിലെ എന്തെല്ലാം എനിക്ക് ചെയ്തു തരാമോ അതെല്ലാം ചെയ്തു തന്നിട്ടാണ് പോകുന്നത്. സാധനം എൻ്റെ കൂടെ അടുക്കളയിൽ കയറി എല്ലാം ചെയ്ത് അവള് കൊണ്ടുപോകാനുള്ളതെല്ലാം റെഡിയാക്കി അവള് തന്നെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. നീ എന്തോ നിന്റെ തുണി പോലും നീ ഇപ്പം സ്വയം അടുക്കി വെക്കുവോ? ഒന്ന് അലക്കി ഇടുകയോ ഒന്ന് മടക്കി വെക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോഴാണ് അമ്മയെ ആ ടോപ്പ് എന്ത് ചെയ്യും ഈ ടോപ്പ് എന്തെന്ന് ചോദിക്കുന്നത്. എന്തോ പറഞ്ഞാലും ചേച്ചി കേട്ട് മനുഷ്യൻ സഹി കിട്ടും. എന്തോ ചെയ്യാനാ? ഇവളെന്തോ ഇവള് പോലെ എനിക്കൊന്നും പറയാനില്ല. ചെറുക്കനാടി വിളിച്ച് അവിടെ ജോലി ചെയ്യുന്ന ചെറുക്കനോ അവളിനി ഇങ്ങോട്ട് വരത്തില്ല, കല്യാണം കഴിച്ചെന്ന്. അതിനായിരുന്നടി അവള് രാവിലെ എല്ലാ ജോലിയും ചെയ്തിട്ട് എന്നിട്ട് നമുക്കെല്ലാം തുണി മേടിച്ചു കൊടുക്കുന്നതിനായിരുന്നായിരിക്കും ഇനി അവിടെ ഒരു വാക്ക് പറഞ്ഞില്ല നമ്മളോട്. അമ്മ എന്ത് പറഞ്ഞാലും ചേച്ചി നല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതാ പറഞ്ഞത്, ഈ 2 മക്കളുണ്ടെങ്കിലും 2 പേർക്കും ഒരുപോലെ കഴിവ് കാണത്തില്ല. അത് ഒരാളെ താഴ്ത്തി ഒരാളെ പൊക്കി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ. അവൾക്ക് അമ്മ പറയുന്ന എല്ലാം ഒരു വളമായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇഷ്ടം ചെയ്യുന്നതൊന്നും അമ്മ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ സംഭവിച്ചത്. എന്തോ പറയാനാടി എൻ്റെ മോളെ, പപ്പായോട് എന്തോ പറയുന്നത്? അമ്മയ്ക്ക് ഇങ്ങനെ തന്നെ വേണം. അവസരം ഒന്ന് സംസാരിക്കുകയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്.
എന്തോ പറഞ്ഞാലും ചേച്ചി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരാൾക്ക് പഠിക്കാൻ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരാൾക്ക് പഠിക്കാൻ ബുദ്ധി കാണത്തില്ല. ഒരാളുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഒരാളുടെ സ്വഭാവം അഴുക്കായിരിക്കും. അപ്പോൾ അത് രണ്ടുപേരും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കരുത്. അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമ്മ എവിടെ ഇരുന്ന് കരഞ്ഞു? അതേ